ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലത്ത് നിന്നാണ് പുലിയെ പിടികൂടിയത്. മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റ് മേഖലയിൽ നേരത്തെ വന്യമൃഗശല്യം രൂക്ഷമാണ്. എസ്റ്റേറ്റിനോട് ചേർന്ന വേലിക്ക് സമീപം സ്ഥാപിച്ച കേബിൾ കെണിയിലാണ് പുലി കുടുങ്ങിയത്. ഇന്ന് രാവിലെയാണ് കാൽ കുരുങ്ങിയ നിലയിൽ പുലിയെ തോട്ടം തൊഴിലാളികൾ കണ്ടത്. ഇതിന് പിന്നാലെ വനംവകുപ്പിനെ വിവരമറിയിച്ചു. ഉച്ചയോടെ ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. പിന്നീട് മയക്കുവെടി വെക്കാനുള്ള നീക്കം. 2 തവണ മയക്കുവെടി ഉതിർത്തതോടെ പുലി മയക്കത്തിലേക്ക്. പിന്നീട് പുലിയെ വലയിലാക്കി ട്രാക്ടറിലെ കൂട്ടിൽ കയറ്റി വൈത്തിരി ഫോറസ്റ്റ് ഓഫീസിലേക്ക്. 1.5 വയസ്സുള്ള ആൺപുലിയെ ആരോഗ്യം വീണ്ടെടുത്താലുടൻ ഉൾവനത്തിലേക്ക് തുറന്നുവിടും. ആരോഗ്യാവസ്ഥ വീക്കാണ്, ആനിമൽ വീക്കാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ രാത്രി കുടുങ്ങിയതാവാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട്. മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാടിറങ്ങി വരുന്ന പന്നിയും പുലിയും മാനുമൊക്കെ ഈ മേഖലയുടെ പ്രശ്നമാണ്. രാത്രിയിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ആശങ്ക. ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഇവിടെ കാണലുണ്ട്. നമ്മൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മളെ വീട് ഇവിടെയാണ്. പല പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്ഥിരമുള്ളതാണ്. ഇവിടെ 2-3 പേർക്ക് കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് 3 ആൾക്കാർ കണ്ടിട്ടുണ്ട് ലൈവ്. ഇതൊന്നൊന്നല്ല കേട്ടോ, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടൊന്നുമില്ല, ഇഷ്ടംമാരിയുണ്ട്. മറ്റേതോ ജീവിക്കായി സ്ഥാപിച്ച കേബിൾ കുരുക്കിലാണ് പുലി കുടുങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാടിറങ്ങിയെത്തുന്ന വന്യമൃഗങ്ങളുടെ പേടിയിലാണ് മേപ്പാടിയിലെ തോട്ടം മേഖല. അതേസമയം പുലി കുടുങ്ങിയ കെണി വെച്ചത് ആര് എന്നതിനെ കുറിച്ച് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. മേപ്പാടി മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറയുന്നു. ഭയമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പ്രതികരണം. അപ്പോൾ ഈ വരുന്ന ഇതിലൂടെ പോകുന്ന സമയത്ത് വല്ലപ്പോഴും, എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഇതിലൂടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നെല്ലാം കാണാം. ഈ പുലി നല്ല പന്നി എല്ലാം കാണാൻ കഴിയും. അപ്പോൾ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഈ വാഹനത്തിൽ ബൈക്കിലടക്കം ഇങ്ങനെ ആളുകൾ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഒരു റിസ്ക് തന്നെയാണ്, പേടി തന്നെയാണ്. പുലി ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല, സംഭവം വന്നിട്ട് ഇതിപ്പോൾ കുടുങ്ങിയതും കൊണ്ട് ആൾക്കാർ അങ്ങനെ ആക്കി കൊണ്ടുപോയി. സംഭവം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. രാത്രി ഇവിടെ യാത്ര ചെയ്യാൻ പേടി തന്നെയാണ്. ഒരു 7 മണി 8 മണിക്ക് ശേഷം ഇവിടെ നമുക്ക് യാത്ര ചെയ്യാൻ പേടി തന്നെയാണ്. ഇതൊരു മെയിൻ റോഡായതുകൊണ്ട് ഈ പുറമേക്കാർക്ക് ഇത് അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പേര് നമ്മൾ തൊട്ട് താഴത്തിന് ഇഷ്ടംപോലെ വീടുണ്ട്. ഇത് ഈ ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ വീടുകളാണ്. അപ്പോൾ രാത്രി ഇവിടുന്ന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പല തവണ കണ്ടിട്ടുണ്ട്. ഇവിടെ പുലി ഇപ്പോഴും കുറേ മുമ്പ് തന്നെ ഉണ്ട്, ഇടക്കിടക്ക് പലരും കണ്ടവരുണ്ട്. പേടിയുണ്ട്. നമ്മൾ ഈ കടുവ ഇതിൽ എപ്പോഴും ഉണ്ടാവും. കടുവയും പുലിയും എല്ലാ സാധനങ്ങളും ഉണ്ട്, പന്നിയും എല്ലാ ശല്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പന്നി തട്ടി വീഴുന്നതും ആക്സിഡന്റ് പറ്റുന്നതും ഒക്കെ ഉണ്ട്. ഈ വഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഡേഞ്ചർ മേഖലയാണ്. ആ നാട്ടിലെ ആശങ്കയാണ് അവിടെ ജനങ്ങൾ പങ്കുവെക്കുന്നത്.